ഇനി നമ്മൾ പോണത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മറയൂരിലേക്ക് പോണ ആ റൂട്ടിലാണ് നിൽക്കണേ. പിന്നെ ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലമുണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ രണ്ടൂന്ന് വീടൊക്കെ ഉണ്ട്. അത് ഈ തേയില തൊഴിലാളികളുടെ വീടാണ് അത്. അപ്പോൾ അവർ ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം എടുക്കണേ. പിന്നെ അവരുടെ പശുക്കൾ ഇവിടെ ഈ പുല്ല് തിന്നൊക്കെയാണ് നടക്കണേ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് 9 കിലോമീറ്ററും മറയൂരിലേക്ക് 39 കിലോമീറ്ററും പിന്നെ ചിന്നാറിലേക്ക് 56 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് നമുക്ക് പോയാൽ. അപ്പോൾ ഈ വഴി തന്നെ പോയാൽ നമുക്ക് മറയൂർ എത്താം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഈ മറയൂരും ഒന്ന് പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. സമയം കിട്ടുമോയെന്ന് അറിയില്ല, നോക്കാം. Gracias.
ഇന്ദിരാഗാന്ധി എഴുതിയ ഒരു ലെറ്ററാണിത്. രാജീവ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി എഴുതുന്ന ലെറ്റർ ഇത്. ടൈഗർ സ്കിൻ നമുക്ക് കുറേ ടൈഗറിൻ്റെ സ്കിന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി എഴുതിയ ഒരു ലെറ്ററാണ് ഇത്. അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ ഈ മരങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ ഷോല ഗ്രാസ് ലാൻഡ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മരങ്ങളിലും അങ്ങനെ ബുഷ്, ചെറിയ ചെറിയ ബുഷ് എന്നല്ലല്ലോ ഇതിന് പറയുന്നത്, എന്താ പറയുക, മൊസൈക്ക് പ്ലാന്റ്സ് ഇങ്ങനെ കുറേ മരങ്ങളിലും അതുപോലെ നമ്മുടെ എന്നാ പറയുക നിലത്തും കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ. എന്നാ പുലിയുടെ എന്തെങ്കിലും ആണോ? എന്തോ നമ്മൾ ബസ്സിൽ കയറി വന്നിട്ട് നമ്മൾ അവിടെ താഴെ കൊണ്ട് ഇറക്കി വിട്ടു. നമുക്ക് കുറച്ച് പേരിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഇരക്കുളത്ത് വരുമ്പോൾ നമ്മൾ അഡൽസിന് ടിക്കറ്റ് 200 രൂപയും ഫോറിനേഴ്സിന് 500 രൂപയും പിള്ളേർക്ക് 50 രൂപ എന്തോ ആണെന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് ഒരു 350 രൂപ എക്സ്ട്രാ അവർ മേടിക്കും. പക്ഷെ ഞങ്ങൾ ഒരു കോമഡി ഉണ്ടായി. ഞങ്ങൾ ക്യാമറ കാണിച്ചില്ലേ, ഞങ്ങളില്ലേ 350 രൂപയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പാൻറ്റിൻ്റെ പോക്കറ്റ് ഇട്ടു. പക്ഷേ ഇല്ലേ ബാഗിൽ ഇട്ടായിരുന്നെങ്കിൽ പണിയായിരുന്നു. കാരണം വന്നപ്പോൾ ബാഗ് ചെക്ക് ചെയ്തു. അപ്പം നമ്മൾ ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഫുഡൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കും. പക്ഷേ നമ്മൾ എടുക്കണില്ല എന്ന് പറഞ്ഞു. അതാരും കുഴപ്പമില്ല. പിന്നെ ഇവിടെ മൊത്തം നെൽഗിരി താറാട്ടോ. അവിടെ താഴെ കുറേ ആടിനെ കണ്ടായിരുന്നു. ഇതാ അവരുടെ ഒരു ആവാസ കേന്ദ്രം തന്നെ ഇത്. ഇവിടെ മാത്രമേ ഇപ്പോൾ ഈ സംഭവം കാണുന്നുള്ളൂ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. 200 രൂപയ്ക്ക് വർത്താണ്, കുഴപ്പമില്ല. ബസ്സിനും കൂടിയുള്ള ചാർജാണ്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറി വന്നിട്ടുണ്ടല്ലോ. ചെറിയൊരു പ്രതിഷ്ഠയാണ്. ഒരു കാടിനുള്ളിൽ ചെറിയൊരു കല്ലൊക്കെ വെച്ച ഒരു പ്രതിഷ്ഠ. ഇവിടെ ഒരു ഭണ്ഡാരക്കുറ്റിയുണ്ട്. അവിടെ അടച്ചിട്ടേക്കോ. പക്ഷെ നമുക്ക് സ്ട്രെസ് പാസ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് കയറട്ടെ. കണ്ടോ, ചെരുപ്പൊക്കെ ഇടാൻ എനിക്കറിയാൻ പാടില്ല. നമുക്ക് ചെരുപ്പൊക്കെ വീട്ട് പോവാം. ശിവൻ്റെ പ്രതിഷ്ഠയാണ്
അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഇത് ഭംഗിയാന്ന് നോക്കിയേ. ഒരു എന്നാ പറയണ ഈ നാഗക്ഷേത്രത്തിൽ പാമ്പിൻ്റെയൊക്കെ സർപ്പക്ഷേത്രത്തിൽ പോണ പോലെ ഇല്ലേ, ആ ഒരു ഫീലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ. ഇവിടെ വന്നതിൽ നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ